പുതിയ പവർ ടീമൊക്കെ അധികാരത്തിലെത്തി. പക്ഷേ പുതിയ പവർ ടീമിനെ ഒരാളെ മാത്രം ഭയങ്കര പേടി. പവർ ടീമിൽ ഉള്ള ഒരു അംഗത്തെ തന്നെയാണ്. ആ ആളെ പേടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും പവർ റൂമിൽ നിൽക്കുന്നത്. ആ വ്യക്തി അടി ഉണ്ടാക്കുമോ, പ്രശ്നമുണ്ടാക്കുമോ, നമ്മുടെ കൂടെ നിൽക്കുമോ, എന്തൊക്കെ ചെയ്യും, ആകെ കൺഫ്യൂഷൻ. എങ്ങനെ ആ വ്യക്തിനെ കൂടെ നിർത്താം എന്നുള്ളതാണ് ഇപ്പൊ പവർ ടീമിന്റെ ആവശ്യം. ചിന്ത മുഴുവൻ, ടെൻഷൻ മുഴുവൻ. സിബിനൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. എങ്ങനെ എടുത്തിട്ട് അലക്കുമോ, എന്തൊക്കെ സംഭവിക്കും, പവർ റൂമിനെതിരായി എന്തെങ്കിലും വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള ടെൻഷൻ. അല്ല, ഇപ്പോ പവർ റൂമിന് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ എല്ലാവർക്കും ഈ വ്യക്തിയെ പേടിയാണ്. അവിടെ നമ്മുടെ ജിൻഡോ അവിടെ പവർ റൂമിന്റെ ഇതുണ്ടല്ലോ, നമ്മുടെ ദണ്ട്, മറ്റേ അധികാര ദണ്ട്, അത് കൊടുക്കുന്ന സമയത്ത് അത് വെച്ച് നീട്ടിയത് രാജകുമാരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന കക്ഷിക്കാണ്. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഒന്നില്ല. പവർ റൂമിൽ തന്നെയുള്ള ജാൻമണിയെ പേടിച്ചുകൊണ്ടാണ് സത്യത്തിൽ പവർ റൂമിൽ മറ്റ് അംഗങ്ങളെല്ലാവരും ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത്. അവർ ബാക്കി എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടാവുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ജാൻമണി അലമ്പുമെന്ന് അവർക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജാൻമണിയെ വലുതാക്കി അവരങ്ങ് വെച്ചിരിക്കുകയാണ്. വലിയ കൊമ്പത്തെ രാജകുമാരിയാക്കിയിട്ട് തമ്പുരാട്ടി എഴുന്നള്ളുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അത് ജാൻമണിയാണ് ആ പവർ റൂമിലെ തമ്പുരാട്ടി എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പവർ റൂമിന്റെ ദണ്ട് അത് കൊടുക്കുന്ന സമയത്ത് അവിടെ ജിൻഡോ തല കൊമ്പിട്ടുകൊണ്ട് മുട്ടുകുത്തിക്കൊണ്ട് അത് കൊടുക്കുന്നത് ജാൻമണിക്കാണ്. അതുപോലെ തന്നെ താക്കോൽ കൈമാറ്റം അത് കൊടുത്തതും ജാൻമണിക്കാണ്. ജാൻമണിയുടെ അരക്കെട്ടിലാണ് ആ താക്കോല് വെച്ചത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ആ തമ്പുരാട്ടിയായിട്ട്, ബിഗ് ബോസ് വീടിന്റെ തമ്പുരാട്ടിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജാൻമണിയാണ്. സത്യത്തിൽ വീടിനുള്ളിലുള്ള പലർക്കും ജാൻമണിയെ പേടിയാണ്. വളരെ ചുരുക്കം പേർക്ക് മാത്രം അവിടെ പേടിയില്ലാത്തതുള്ളൂ. ബാക്കി എല്ലാവർക്കും ജാൻമണിയെ പേടിയാണ്. ജാൻമണിയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ബിഗ് ബോസ് വീട് എന്ന് നമുക്ക് പറയേണ്ടി വരും. പവർ റൂമിനുള്ളിലുള്ള പലരും തന്നെ ഇപ്പോൾ തന്നെ ടെൻഷനിലാണ്. ജാൻമണി എന്ത് പ്രശ്നമുണ്ടാക്കും, ജാൻമണി കൂടെ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സിബിൻ ജാൻമണിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജാൻമണിയും സിബിനും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുമുണ്ട്. എന്തായാലും പവർ റൂമിലെ ഈ മെമ്പേഴ്സ് ഈ ഒരാഴ്ച എങ്ങനെ ഗെയിം കളിക്കുമെന്നുള്ളത് കാണാനായിട്ട് പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ടാകും. അതിൽ എന്തായാലും ഇത്തിരി ഉടക്കാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥി തന്നെയാണ് അവിടെ നമ്മുടെ ജാൻമണി. എന്നിരുന്നാൽ പോലും വലിയ കാര്യത്തിൽ അവർ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആ സെറ്റ് എന്തായാലും ഈ ഒരാഴ്ച അവർ ഒരുമിച്ച് നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.